ഇന്ന് വീണ്ടും ഒരു കാറ്ററിംഗ് വീഡിയോയുമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ അച്ചായൻ്റെ വീട്ടിൽ നിന്നും പൂഴിക്കാടൻ്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഞാനും ഡിലീഷ് കിച്ചുവും അനുവണ്ണും ബൈക്കിലാണ് പോയത്. വലക്കടവിലെത്തിയപ്പോൾ പൂഴിക്കാടനെ വീണ്ടും കണ്ടു. പൂഴിക്കാടൻ്റെ വണ്ടിയുടെ സൈഡിൽ അൻസാർ ഇരിപ്പുണ്ടായിരുന്നു. മന്നം ആയുർവേദ മെഡിക്കൽ കോളേജിലായിരുന്നു ഇന്നത്തെ വർക്ക്. 10:30 ആയപ്പോഴത്തേന് ഞങ്ങൾ ഫുഡുമായി അവിടെ എത്തിയിരുന്നു. മന്നമെന്ന് കേട്ടാൽ പന്തളത്തുകാർക്ക് ആദ്യം ഓർമ്മയിലെത്തുന്നത് ഷുഗർ മിൽ എന്നാണ്. മന്നം ഷുഗർ മിൽ ഒരു കാലത്ത് പഞ്ചസാര ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഇടം. കരിമ്പിൻ്റെ ലഭ്യതക്കുറവും മറ്റു പല കാരണങ്ങളാലും ഷുഗർ മില്ലിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി കോളേജിലേക്ക് മാവേലിയേക്ക് ആനയിക്കുകയാണ്. ശ്രീഹരി കാരക്കാടായിരുന്നു കൊട്ട്. നമ്മുടെ ബിജുവണ്ണനൊക്കെ ഉണ്ടായിരുന്നു. ആയുർവേദ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലായിരുന്നു. ഫുഡെല്ലാം ലിസ്റ്റിലൂടെയാണ് മുകളിൽ കൊണ്ടുപോയത്. അങ്ങനെ ഉച്ചവരെയുള്ള കലാപരിപാടികളൊക്കെ ഏകദേശം കഴിയാറായപ്പോഴത്തേക്കിന് ഞങ്ങൾ വിളമ്പി തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മന്നം ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു. അവരുടെ ഓണസദ്യയായിരുന്നു. അവർ വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചു. കിട്ടിയ സമയം നോക്കി അനുവണ്ണും ഡിലീഷ് കിച്ചുവും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അൻസാറാണെങ്കിൽ ഒരു ധൃതിയുമില്ലാതെ അവിടെ എന്തൊക്കെയോ കോരിക്കൊണ്ടിരിക്കും. മാളു കൊടുമണ്ണും മാളുവിൻ്റെ ചങ്കും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴത്തേക്കിന് സദ്യ കഴിക്കാനായി എല്ലാവരും വന്നു. പിന്നെ വിളമ്പാനും കഴിക്കാനും ഒക്കെ തുടങ്ങി. എല്ലാവരും അതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നീട് ശരിക്കും തിരക്ക് പിടിച്ചൊരു വിളമ്പായിരുന്നു. അങ്ങനെ അവരുടെ ഓണസദ്യയും തുടങ്ങി. എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുവണ്ണും അൻസാറും ജസ്റ്റിനും കൂടെ എല്ലാം വീക്ഷിക്കുന്നുണ്ട്. വർക്ക് കഴിഞ്ഞ് ഞങ്ങളിന്ന് ലേറ്റായിട്ടാണ് തിരിച്ചു വന്നത്.